കാരണവശാലും കൊടുക്കില്ല എന്ന്. എന്താ കൊടുക്കാത്ത അല്ല എന്താ കൊടുക്കുന്നേ? 3 കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ ആനുകൂല്യമാണ്. മെയ് തൊട്ട് ജൂലൈ മാസത്തിനിടയിൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പും മറ്റുള്ളത് കൊണ്ട് മത്സ്യബന്ധനത്തിനോ മറ്റുള്ളതിനോ പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 1991-92 കാലഘട്ടം മുതൽ അതത് സർക്കാരുകൾ ഇവർക്കൊരു സഹായം എന്നോണം അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്നോണം നിശ്ചിതമായിട്ടുള്ള പൈസ ഇവർക്ക് കൊടുക്കും. ഈ പറഞ്ഞ സർക്കാർ വന്നതിൽ പിന്നെ ഈ പറഞ്ഞ പഞ്ഞമാസ ആനുകൂല്യം ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. രണ്ടാമത്, ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റേഷൻ ഇതുവരെ ഈ പറഞ്ഞ തൊഴിലാളികൾക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ലഭിച്ചിട്ടില്ല. മൂന്നാമതായിട്ട്, 2016 LDF സർക്കാർ നിലവിൽ വന്നതിൽ പിന്നെ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടന്നു. രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ട് ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരെ നിയമിക്കുകയുണ്ടായി. 308 അധ്യാപകരാണ് കേട്ടോ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത്. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കൊഴിഞ്ഞുപോക്ക്, ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും, രണ്ടാമതായിട്ട് ഈ പറഞ്ഞ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കൊരു ആശ്വാസം എന്നോണം അവിടെ നിന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സർക്കാർ വന്നതിൽ പിന്നെ ഇവരെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതിനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിരാഹാര സമരം നടക്കുന്നുണ്ട് ഈ പറഞ്ഞ അധ്യാപകരുടെ. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയാണ് അവിടെയുള്ളത് കേട്ടോ. ഈ പറഞ്ഞ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ പോലും ഇവരുടെ അടുത്തേക്ക് പോവാനോ ഇവർക്കൊരു കാര്യങ്ങൾ ഇടപെടാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ ചെന്നിട്ടില്ല. മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളോട് ഈ പറഞ്ഞ സർക്കാരിനുള്ള നയവും നിലപാടും അവരുടെ സമീപനവും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വള്ളംകളിയുടെ അവർക്ക് ഇത്ര പണം അല്ലെങ്കിൽ മറ്റുള്ള പണം എന്നൊന്നും പറയാൻ നിൽക്കാതെ ഇത് മനസ്സിലാക്കുക.